രോഗികൾക്കും അശരണർക്കും ആലംബഹീനർക്കും സാന്ത്വന പരിചരണവുമായി പാലിയേറ്റീവ് ഹോം കെയർ സർവീസ് ആരംഭിച്ച് സേവാഭാരതി കുടയത്തൂർ യൂണിറ്റ്. രോഗികളെ വീടുകളിലെത്തി പരിചരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹോം കെയർ യൂണിറ്റ് ആരംഭിച്ചിരിക്കുന്നത്. കുടയത്തൂർ സരസ്വതി വിദ്യാനികേതൻ സ്കൂളിൽ നടന്ന ഉദ്ഘാടന പരിപാടി സേവാഭാരതി സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ ബി രാജീവ് നിർവഹിച്ചു. വർത്തമാനകാല സാഹചര്യത്തിൽ രോഗി പരിചരണം കുടുംബത്തിന്റെ മാത്രമല്ല സമൂഹത്തിന്റെ കൂടി പിന്തുണയോടെ വേണമെന്നും അത് കുടുംബത്തിന്റെ ക്ലേശത്തെ ലഘൂകരിക്കാൻ സഹായിക്കുമെന്നുമുള്ള തിരിച്ചറിവിൽ നിന്നാണ് പാലിയേറ്റീവ് സർവീസ് ആരംഭിക്കാൻ സേവാഭാരതിക്ക് പ്രേരണയായത്. സേവാഭാരതിയുടെ ഈ സേവനം കുടയത്തൂർ കേന്ദ്രമാക്കി ആരംഭിക്കാൻ സേവാഭാരതി കുടയത്തൂർ ഘടകം തീരുമാനിക്കുകയായിരുന്നു. കുടയത്തൂർ ഗ്രാമപഞ്ചായത്തിനൊപ്പം മുട്ടം അറക്കുളം ഗ്രാമപഞ്ചായത്ത് നിവാസികൾക്ക് കൂടി സേവനം ലഭ്യമാക്കത്തക്ക വിധത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. കുടയത്തൂർ സരസ്വതി വിദ്യാനികേതൻ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ സേവാഭാരതി സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ ബി രാജീവ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രവൃത്തിയുടെയും സാന്ത്വന സ്പർശത്തിന്റെയും വളരെ വലിയ സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്തോഷത്തിന്റെയും മുഹൂർത്തങ്ങളെ നമുക്ക് സമ്മാനിക്കുന്നതായിട്ട് കാണും. ജാതി മത വർണ്ണ രാഷ്ട്രീയ വ്യത്യാസം ഒന്നുമില്ലാതെ തന്നെ ഏവരെയും സ്വസഹോദരങ്ങളായി കാണുന്ന ഭാരതമാതാവിന്റെ മഹത്തായ സങ്കല്പത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് മാത്രമേ എല്ലാവർക്കും സ്നേഹവും സാഹോദര്യവും ചേർത്ത് നിൽക്കാനും കൂടെ നിർത്താനും തണലേകാനുമുള്ള വലിയ ഒരു മനസ്സുണ്ടാവുകയുള്ളൂ എന്ന് നമുക്കറിയാം. ആ ഒരു സങ്കല്പത്തിൽ അധിഷ്ഠിതമായ സനാതന സങ്കല്പത്തിൽ അധിഷ്ഠിതമായ സേവനം എന്നുള്ള മഹത്തായ ദൗത്യത്തെ ജീവിതപ്രദമായി കാണുന്ന ഒരു ശൈലി പിന്തുടരുന്നവരാണ് നമുക്ക്. പാലിയേറ്റീവ് കെയർ യൂണിറ്റിനായി വാഹനം നൽകിയത് സേവാശക്തി ഫൗണ്ടേഷനാണ്. സേവാശക്തി ഫൗണ്ടേഷൻ ചെയർമാൻ CS മോഹനൻ വാഹന സമർപ്പണവും സേവാ സന്ദേശവും നൽകി. നമ്മൾ സമ്പാദിക്കുന്നു, സുഖം അനുഭവിക്കുന്നു, അധ്വാനിക്കുന്നു, പണം കഴിക്കുന്നു, ആഹാരം കഴിക്കുന്നു, എല്ലാ സുഖസൗകര്യങ്ങളിലും നമ്മൾ എന്താണ് വോട്ടുകൾ പോകാൻ ശ്രമിക്കേണ്ടത്. ആ ഒന്നുമില്ലാത്തവരിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റിയ ഒരു വലിയ മാർഗമായി നമ്മൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് സാർവത്രിക ഈ നമ്മുടെ സംസ്ഥാന ഗുരുതരമായ രോഗങ്ങളാലും മറ്റു കാരണങ്ങളാലും കിടപ്പിലായ രോഗികൾക്കും ഗുരുതര രോഗബാധിതർക്കും വീടുകളിലെത്തി പരിചരണം നൽകുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ. വീട്ടുകളിൽ ചെന്ന് അവർക്ക് സാന്ത്വനം കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഉദ്ദേശം. അതിപ്പം അതിൻ്റെ സാക്ഷാത്കാരമാണ് ഇന്ന്. എല്ലാ ദിവസവും നമ്മൾ എല്ലാ വീടുകളിലും, അതായത് 3 പഞ്ചായത്ത്, അതായത് മുട്ടം, അറക്കുളം, കുടയത്തൂർ ബേസ് ചെയ്ത് 3 പഞ്ചായത്തിലെയും ഇങ്ങനെയുള്ള രോഗികൾക്ക് സാന്ത്വന പരിചരണം നൽകാനാണ് തീരുമാനിച്ചേക്കുന്നത്. അതായത് നഴ്സിംഗും വെച്ച് നമ്മൾ 3 പഞ്ചായത്തിലും. കേരള ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനായി സന്ദേശവും നൽകി. സ്വാധീനങ്ങളെയും അതോടൊപ്പം ആവശ്യം വേണ്ടവരെ സഹായിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് സാമൂഹ്യ നന്മയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അശ്രദ്ധരായവർക്കും അതോടൊപ്പം സേവനം ആവശ്യം ലഭിക്കേണ്ടവർക്കും എല്ലാം വളരെ പെട്ടെന്ന് നൽകാൻ കഴിയത്തക്ക വിധത്തിലുള്ള ധാരാളം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോൾ തീർച്ചയായിട്ടും സേവാഭാരതിയുടെ ഈ പ്രവർത്തനം അതിലെ പ്രഥമഗണനീയമായ ഒരു സ്ഥാനപ്പെടുത്തുന്നതാണ് എന്നെനിക്ക് തോന്നുന്നു. കുടയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കുടയത്തൂർ യൂണിറ്റ് അതിന് വലിയ താല്പര്യം കാണിച്ചു. സേവാഭാരതിയുടെ പ്രവർത്തനത്തിലൂടെ ജലസേവനം എല്ലാവർക്കും കഴിയുന്ന നിലയിൽ ചെയ്തു കൊടുക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യാശിക്കുകയാണ്. സേവാഭാരതി കുടയത്തൂർ യൂണിറ്റ് പ്രസിഡന്റ് MR മധുസൂദനൻ പിള്ളയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കുടയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MM ഷിയാസ്, രാഷ്ട്രീയ സ്വയം സേവക സംഘം വിഭാഗ് സംഘചാലക് N രാജു, സേവാഭാരതി ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി സന്തോഷ് കുമാർ, സേവാഭാരതി കുടയത്തൂർ വൈസ് പ്രസിഡന്റ് ഷീബ ചന്ദ്രശേഖര പിള്ള തുടങ്ങിയവർ സംസാരിച്ചു. ജനം, ഇടുക്കി.